മാത്യു കുഴൽനാടൻ എം.എൽ.എ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ചിന്നക്കനാൽ ഷൺമുഖവിലാസത്തെ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ സംബന്ധിച്ച കേസിലാണ് ചോദ്യം ചെയ്യൽ. മുട്ടത്ത് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ വിജിലൻസ് ഓഫീസിൽ രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, 10 മണിക്ക് ഹാജരാകാനാണ് മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ കുഴൽനാടൻ ഹാജരായിട്ടുണ്ടോ? അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇടുക്കി വിജിലൻസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ മുട്ടത്താണ്. മുട്ടത്തെ ഓഫീസിൽ, ജില്ലാ ഓഫീസിൽ 10 മണിക്ക് ഹാജരാകാനാണ് കുഴൽനാടനോട് ആവശ്യപ്പെട്ടത്. എം.എൽ.എ എന്നുള്ള പ്രിവിലേജ് വെച്ച് 12 മണിക്ക് മുമ്പായി ഹാജരാകാം എന്നാണ് വിജിലൻസിനോട് കുഴൽനാടൻ പറഞ്ഞത്. അതനുസരിച്ച് 12 മണിയോടുകൂടി എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ചിന്നക്കനാൽ ഷൺമുഖവിലാസത്തെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച കേസിലാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ ചോദ്യം ചെയ്യുന്നത്. അനധികൃത റിസോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടൻ വ്യത്യസ്തമായ പല വാദങ്ങൾ നമ്മൾ ഉയർത്തുന്നത് കണ്ടതാണ്. സ്വകാര്യ ഗസ്റ്റ് ഹൗസായാണ് വിവാദ ഭൂമിയിലെ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു കുഴൽനാടിന്റെ ആദ്യ വാദം. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ചിന്നക്കനാൽ പഞ്ചായത്ത് കുഴൽനാടിന് റിസോർട്ട് നടത്തുന്നതിനും നൽകിയ ലൈസൻസ് പുറത്തു വന്നതോടെ ആ വാദം പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. എം.എൽ.എ പദവി ദുരുപയോഗം ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ചാണ് ലൈസൻസ് വാങ്ങിയത് എന്ന് പിന്നീട് തെളിഞ്ഞു. എല്ലാ ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിന്നക്കനാലിലെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എം.എൽ.എ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്യും. 10 മണിക്ക് ഹാജരാകാനാണ് കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരുന്നത്. 12 മണിക്ക് ഹാജരാകാമെന്ന് കുഴൽനാടൻ ഇപ്പോൾ വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കുഴൽനാടൻ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.